ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുൻപത്തെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോണതിൻ്റെ ആയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണിത്. അപ്പോൾ എനിക്കിത് കറക്റ്റ് ടൈമിന് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല, കാരണം പനി വന്നു. പിന്നെ ഇപ്പോഴും പനി മാറിയിട്ടില്ല. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളിലൊക്കെ പെട്ട കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ ഈ ഗെറ്റ് ടുഗദറിൻ്റെ പ്ലാനിങ് 2 ദിവസം മുൻപ് പറഞ്ഞിരുന്നു, ഇങ്ങനൊരു സംഭവം വെക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചിട്ടൊന്നും പറയാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്നാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് 2 മണിക്ക് എത്തുന്ന രീതിയിൽ, പാർക്കിൽ എത്തുന്ന രീതിയിൽ വരണം എന്നൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഷടപടേന്നായിരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനിയൻ വന്ന കാരണം ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോണ കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടേതായ രീതിക്ക് ഒരു കുഞ്ഞ് സ്നാക്സ് പോലെ പഴംപൊരിയും ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2:30 കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നിരുന്നു, കസിൻ്റെ. അത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. പെട്ടെന്ന് എടുക്കാൻ മറന്നുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും പോയി. പിന്നെ തിരിച്ച് വന്ന് അങ്ങനെ ലേറ്റായി. പിന്നെ ദുബായ് സൈഡിൽ നിന്ന് ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് പോണത് സ്റ്റേഡിയത്തേക്ക്. പിന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ടൈം ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയി. അങ്ങനെ ട്രാഫിക്കും അതും ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ 3-3:30 ഒക്കെ ആയി, അറിയാലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ, കാരണം സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് കസിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. അതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളവിടെ എത്തുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കസിന് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ലാസ്റ്റ് ആൾക്ക് ഭ്രാന്തടിച്ചു തോന്നുന്നുണ്ട്. കുറേ നേരമായി ഇവിടെ പാർക്കിങ്ങിൽ കിടക്കണമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ ഓഫാക്കി വണ്ടി കയറുന്ന പറഞ്ഞിട്ട് കസിൻ്റെ വൈഫാണത്. അങ്ങനെ ഞങ്ങൾ കയറി. അങ്ങനെ ഞങ്ങളെ ഇച്ചൂസിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച്. വണ്ടി കയറാൻ വേണ്ടി ഇക്കാനും കുറേ മൽപ്പിടുത്തം കാണിച്ചിരുന്നു. എനിക്കറിയാം, ആൾക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അതുമ്മ തിരിപിടിച്ചിരുന്നു. പക്ഷേ അവർക്ക് 2 കൂട്ടർക്കും അത് ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അൻഷാദ് അത് ചാടി കയറി ബാക്കിലിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദുബായ് സൈഡിലുള്ള ക്രീക്ക് പാർക്കിലെത്തി. കണ്ടില്ലേ, അത്യാവശ്യം നല്ലോണം പാർക്കിംഗ് ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് കസിൻ വേറെ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയായിട്ട് പോയേക്കാണ്. ഓൾറെഡി ഞങ്ങൾ 5 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാമെന്ന് വെച്ചു. കസിൻ പാർക്ക് ചെയ്തിട്ട്, കാരണം ഇവിടെ എവിടെയും കിട്ടൂല എന്ന് പറഞ്ഞ് പാർക്കിംഗ്. അപ്പോൾ ഏതോ ഒരു ഗാണ്ടയിലൊക്കെ പോയിട്ടാണ് പാർക്ക് ചെയ്യണത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറക്കിയിട്ടിട്ട് ഞങ്ങൾ നേരെ കയറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എന്തോരം ആൾക്കാരാ. അത്യാവശ്യം കുറേ ആൾക്കാർ, എന്താ പറയുക, കസാരയും ടേബിളും അതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസും ഫാമിലീസ് കുറേ പേര്. ഓരോരുത്തരും ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സ്ഥലങ്ങൾ അവർ ഫസ്റ്റ് വന്നിട്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ കാണാം കുറേ പേര് ഗ്രില്ല് ചെയ്യണതും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കാഴ്ച. അപ്പം നമ്മൾ പാപ്പിയും ടീമൊക്കെ എവിടെയാണെന്ന് നോക്കി ഇങ്ങനെ നടക്കണം. അപ്പോൾ പാപ്പി ഞങ്ങളോട് പറഞ്ഞിരുന്നു നേരെ നടന്നിട്ട് അവിടെ ഒരു പുഴ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് റൈറ്റ് പിടിച്ച് വരാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളെ പാപ്പി. അപ്പം ഇതാണ് ഇന്നത്തെ ഏരിയ. അപ്പോൾ ഇവിടെ ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 5 മണി 5:30 6 മണി ഏതോ ഒരു ടൈമായി, എഴുതുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി. പിന്നെ നമ്മ കൊണ്ടുവന്ന ബജ്ജിയും പഴംപൊരിയൊക്കെ കൊടുത്ത് അപ്പോഴേക്കും രാത്രി ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് എത്താൻ ലേറ്റായി. അപ്പോൾ എല്ലാവരും അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഫുള്ളി ഇരുട്ടാണ് ഇവിടെ. മനസ്സിലായോ, നമ്മൾ ലേറ്റ് 2 മണിക്ക് പരിപാടി വെച്ചിട്ട് പിന്നെ 7 മണിക്ക് തീർക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എല്ലാവരും എത്താൻ ലേറ്റായി. പ്രത്യേകിച്ച് ഞങ്ങൾ. ഏത് സിനിമയില്? ഇത് അന്നത്തെ ചാനലല്ല കേട്ടോ, ഇത് വേറെ ചാനലാണ്.
അൻഷാദ് ബുദ്ധി പരീക്ഷണത്തിലാണ്. അൻഷാ പെട്ടെന്ന് അവിടെ ഇരുന്നിരുന്നപ്പോൾ ഫുള്ള് ഇരുട്ടായി. പിന്നെ നമ്മൾ എന്താ പറയുക ലൈറ്റിൻ്റെ സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിങ്ങനെ ലൈറ്റിൻ്റെ അടിയിലേക്കായിട്ട് നമുക്ക് പോകാമെന്ന്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല, അതിൻ്റെ അടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. അതാകുമ്പോൾ നല്ല ഇതുണ്ട്, അവിടുത്തെ ലൈറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് ഫാമിലീസ് ഇവിടെ വന്നിട്ട് ഇരുന്ന്. പിന്നെ കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട് ഗ്രില്ല് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് അടി പരിപാടിയിലോട്ട് പോയി. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ജ്യൂസ് പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു, കുബൂസ്, പിന്നെ ഗ്രിൽഡ് ചിക്കൻ, അമ്മൂസ്, മയോണൈസ്, അങ്ങനത്തെ, പിന്നെ ഒലീവ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താണെന്നുള്ളത്. ആള് ഭയങ്കര നല്ലതാട്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. എല്ലാ ഫാമിലീസിനും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സ് അങ്ങനത്തെ ഉള്ള ഒരാളാണ്. പിന്നെ മാത്രമല്ല ചെറിയ കുട്ടികളോടായാലും വലിയവരോടായാലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടായാലും എല്ലാവരോടും ഒരേപോലെ മിങ്കിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഷിക്കുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ ലീവ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പായസം, അത് കസിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ്, അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കുറച്ച് കളികളൊക്കെ കണ്ടുനിന്നിരുന്നു. അവർ കുളങ്കരൊക്കെ കളിച്ചിരുന്നു. അങ്ങനെയല്ല, കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പെട്ടിയും കിടക്കയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു കുഞ്ഞ് ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ. എൻ്റെ വാപ്പച്ചിയുടെ ഫാമിലി ആയിരുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.